കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു പാളുന്ന രീതിയിൽ തൂഫാൻ, പൊളിയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം. കേരളം പൊതുവെ ശ്രദ്ധിച്ച ഒരു പരിപാടിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ കാര്യം. അടുപ്പക്കാർ കുടുങ്ങിയതോടുകൂടി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ കെട്ടടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രമുഖ കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ മറവിലും സംരക്ഷണത്തിലുമാണ് ലഹരിക്കടത്ത് നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏതു സമയത്തും കടന്നു പോകാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. 2 or 3 പ്രാവശ്യമാണ് ഞാൻ കണ്ടത് എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ കളവ് നമ്മളിവിടെ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് തെളിവോടെ അവതരിപ്പിച്ചതാണ്. അല്ലെന്ന് 40-ലേറെ തവണ ഇരുവരും പലയിടങ്ങളിൽ വെച്ച് കണ്ടു എന്നുള്ളതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച വിവരങ്ങളിൽ തന്നെ വ്യക്തമാണ്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ 1-ലേറെ തവണ നിയമസഭയിലെ ഓഫീസിൽ വെച്ചു ഹുസൈൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലെ MLA ഓഫീസിലിരുന്ന് ഹുസൈൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇയാളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധമുള്ള മുഖ്യമന്ത്രി പലതവണ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഹുസൈൻ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്ക് മുമ്പ്, ആ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇദ്ദേഹം എത്തിയതായിട്ടും ശരിയായ വിവരങ്ങളുണ്ട്. കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. രാജ്യാന്തര ബന്ധമുള്ള ഇത്തരം ഒരു MDMA പോലുള്ള രാസവസ്തു വിൽപ്പനയിൽ പ്രതിയാക്കപ്പെട്ട ആളുകളെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. റിമാൻഡിലുള്ളയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് തയ്യാറാവുന്നില്ല എന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ വേറെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? ഇവർ അറസ്റ്റിലായ ദിവസം ആരെല്ലാം വിളിച്ചു എന്ന പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ഫോൺ കോളും പണമിടപാടും വിശദമായി പരിശോധിച്ചാൽ അന്വേഷണം ഉന്നതരുടെ ഓഫീസിലേക്ക് കടക്കും എന്നത് വ്യക്തമാണ്. ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് പോലീസ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത്. സ്വാഭാവികമായി ഫോൺ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ പോലീസ് അത് പൂട്ടിയിരിക്കുകയാണ്. ഫോൺ കോൾ റെക്കോർഡ് പരിശോധിക്കാൻ വിലക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ MDMA കടത്ത് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ജില്ല തന്നെ കാസർഗോഡാണല്ലോ, കാസർഗോഡ് നിന്ന് മാറ്റിയപ്പോൾ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം ഒരു തരത്തിലും മുമ്പോട്ടേക്ക് പോകരുത്. സ്വന്തക്കാരെ തൊട്ടാൽ ഏത് തൂഫാനും കെട്ടടങ്ങും എന്നതാണ് UDF സർക്കാർ നൽകുന്ന സന്ദേശം.